ഇനി നിനക്ക് നിൻ്റെ അമ്മയെ ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ കഴിയില്ല. ഇനി അമ്മ എവിടെയാണോ അവിടെ താമസിക്കാനും നിനക്ക് കഴിയുമെന്നൊക്കെ അഭി പറയാണ്. അപ്പോൾ ജാനകി അറിയും, എനിക്കെൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ, അഭിയേട്ടൻ എന്നോട് കുറച്ച് ദയ കാണിക്കുന്നു. അഭി പറയും, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അമ്മേനെ ഇനി നല്ലൊരു ചികിത്സയാണ് വേണ്ടത്, ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ജാനകി പറയും, എങ്കിൽ അഭിയേട്ടൻ അങ്ങനെ ഒരു സ്ഥലം ഒന്ന് കണ്ടുപിടിക്കുമെന്ന് പറയും. നിരഞ്ജന ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അമലു എത്തും. കഴിക്കാൻ തുടങ്ങുമ്പോൾ അമലു ചോദിക്കും, അജയെ വിളിച്ചില്ല എന്ന് ചോദിക്കും. നിരഞ്ജന പറയും, അജയ് വന്നോന്ന് പോലും എനിക്കറിയില്ല, ഞാൻ കോടതിയിൽ പോയി തുടങ്ങിയതിന് ശേഷം എഴുത്തും വായനയൊക്കെ മറ്റൊരു റൂമിലാണ്, അജയ്ക്ക് ശല്യമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കോടതിയിൽ വാദമൊക്കെ ഉള്ളപ്പോൾ രാവിലെ വരെ ഇരിക്കേണ്ടി വരും, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. അമലു ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നിരഞ്ജന പറയും, ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവില്ലേ എന്ന് പറയും. അപ്പോൾ അമലു പറയും, എല്ലായിടത്തും ഇല്ല, അഭിയേട്ടനും ജാനകി അടുത്തെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അപർണ അജയ് അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അപർണ ചോദിക്കും, വാദിഭാഗം ആദ്യം എത്തിയോ എന്ന് ചോദിക്കും. അപ്പോൾ അമലു പറയും, വാദിഭാഗം ഇരുന്നിട്ട് പ്രതിഭാഗം ഇരുന്നാൽ മതിയെന്ന്. ഇതറിയാത്ത ഭാഗത്തിൽ അജയും അപർണയും തമ്പിക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ പറ്റി ചെറിയൊരു ചർച്ച നടത്തും. അപ്പോൾ അമലു പറയും, ഇനി ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്നാലും ഈ കേസ് ജയിക്കാൻ പോണില്ല എന്ന്. അമലിങ്ങനെ അപർണയെ പരിഹസിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിരഞ്ജന കൂടി പറയാൻ തുടങ്ങുമ്പോൾ അപർണ പറയും, എൻ്റെ വക്കീൽ അങ്ങനെ ഡൽഹിയിൽ നിന്നൊന്നും വരുന്ന ആളല്ല, മലയാളി തന്നെ, ഇവിടേക്കുള്ള ആൾ തന്നെയാന്ന് പറയും. പേര് അജയ് സൂര്യനാരായണൻ. ഇത് കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവും. ജാനകിക്കൊരു വക്കീലിനെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ ഞാനെന്തിനാ ഒരു വക്കീലിനെ തേടി പുറത്തു പോകുന്നത്? എൻ്റെ വക്കീലും കുടുംബത്തിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ കേട്ടത് സത്യമാണോ എന്ന് അമല് ചോദിക്കുമ്പോൾ അജയ് പറയാണ്, ആരോടെങ്കിലും മത്സരിക്കാനോ ആരെങ്കിലും തോൽപ്പിക്കാനൊന്നുമല്ല, നിരഞ്ജന പറഞ്ഞതുപോലെ ഇതെൻ്റെ പ്രൊഫഷനാ, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് അജയ് പറയും. ഇത് കേട്ട് നിരഞ്ജന ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവാണ്. അത് കാണുമ്പോൾ അപർണയ്ക്ക് വലിയ സന്തോഷമാവും. അജയ് നിരഞ്ജനയുടെ അടുത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപർണ പെട്ടെന്ന് വന്ന് പറഞ്ഞ് എന്നോട് സമ്മതിപ്പിച്ചതാണ്, നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാമെന്നൊക്കെ. നിരഞ്ജന പറയും, അജയ് ഇത് അവളോട് സമ്മതിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു വിലയുണ്ടായിരുന്നു. ഈ ചോദ്യം കൊണ്ട് കാണിക്കുന്നത് രണ്ട് മുഖമുള്ള ഒരാളുടെ കാപട്യാണെന്ന്. നിരഞ്ജന പറയും, ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുകയും ചെയ്യില്ല, ഞാനങ്ങനെ പറയേയില്ല, ഇത് രണ്ടും അജയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് അജയ് എന്നോട് വന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിരഞ്ജന അക്കോട്ട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ് നിന്ന് ഇങ്ങനെ ഉരുകുകയാണ്. അജയുടെ രണ്ടാം വരവിൻ്റെ എതിർഭാഗത്ത് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു നിയോഗമാണ്. ഭാര്യയെന്നോ ഭർത്താവെന്നുള്ള പരിഗണന നോക്കാതെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു പുച്ഛഭാവത്തിൽ നിരഞ്ജന ഇങ്ങനെ അജയോട് പറയാണ്. അവിടേക്ക് വരുന്ന അമലിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ജാനകിയടുത്തിയുടെ കേസ് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. അമല് വന്ന് അപർണയോട് ഇങ്ങനെ ചൂടാവാണ്, നീ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപർണ അപ്പോൾ നിരഞ്ജനെ വക്കീലാക്കിയ കാര്യം പറയും. അതുകൊണ്ട് ഞങ്ങളുടെ വക്കീലായ ഉണ്ണിത്താൻ വക്കീൽ വരെ പിന്മാറുന്ന അവസ്ഥ വന്നു. മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, ജാനകിക്ക് നിരഞ്ജനയെങ്കിൽ ഞങ്ങൾക്ക് അജയ്. ഇതവസാനം ഒരു കള്ളക്കേസായിട്ട് വിധി എഴുതുമെന്ന് അപർണ പറയാണ്. അപർണ അറിയേ അവർ കളിക്കുന്നത് തമ്പിയോടും മകളോടാണോ എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ അമല് പറയും, നീ ഇപ്പോഴും അറിയാതെ പോകുന്നൊരു സത്യമുണ്ട്, ഈ കേസിൻ്റെ അവസാനം പരാജയം നിനക്കായിരിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ അപർണ പറയും, ഒന്ന് പോടാന്ന് പറയും. അപർണ പറയാണ്, അളകാപുരിയെ ഞാനൊരു അരക്കില്ലായിട്ടാണ് കണ്ടത്, പക്ഷേ ഞാനല്ല അതിന് തീ കൊളുത്താൻ പോകുന്നത്, നിന്റെ ചേച്ചി ജാനകിയാണെന്ന്. നീ ജാനകിയെ വിളിച്ചെന്ന് പറഞ്ഞേക്ക്, അപർണയായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജാനകിയാണ് ഒക്കെ ചെയ്തതെന്ന്. അത് പറയാനുള്ള ആണത്തെങ്കിലും കാണിക്കാമല്ലേന്ന് അപർണ പറയാണ്. എല്ലാത്തിനും കാരണക്കാരി ജാനകി മാത്രമാണ്, കുടുംബത്തിൻ്റെ വില അറിയാത്തവളെന്ന് അപർണ പറയുന്നു. ഈ യുദ്ധത്തിൽ അറിയാതെ വന്നു പെട്ടുപോയത് നിരഞ്ജനയാണ്, ജാനകി അവളെ കുടുക്കിയതാണെന്നും പറയും. ഇത് കഴിയുമ്പോൾ അജയും നിരഞ്ജനയും രണ്ട് വഴിക്ക് പോകുന്നത് നിനക്ക് കാണാം. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ തമ്പിയൊന്നും ഉണ്ടാവില്ല, ഇനി ഏട്ടനും അനിയന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. അപർണയ്ക്ക് തല്ലാൻ ജാനകി ഒരു വടി കൊണ്ട് തന്നു, അത്രയേ ഉള്ളൂ ഇത് എന്ന് പറയും. അമല് പറയും, എനിക്ക് പറയാനുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അത് പറയാനുള്ള അനുവാദമില്ല, നീ എന്ത് ചെയ്താലും ഈ കുടുംബമൊന്നും നിന്നെക്കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് അമല് പറയും. അപർണ പറയും, നിൻ്റെ ഈ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, ഈ കുടുംബം നിന്നെരിയുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. ആ ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അമലങ്ങ് പോകും. അത് കഴിഞ്ഞ് അപർണ ഇങ്ങനെ മനസ്സിൽ പറയാം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, ആ സമയം എത്തിക്കഴിഞ്ഞ് അളകാപുരിയുടെ നാശം കണ്ടേ ഞാൻ തിരിച്ചു പോകുന്നു. അമലിൻ്റെ കോള് കഴിഞ്ഞ് നിൽക്കുന്ന അഭിയോട് ജാനകി ചോദിക്കും, ആരാണ്, എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയും, അമലാണ്. ഇനി എന്താ സംഭവിക്കാമെന്നൊന്നും ഒരു പിടുത്തമില്ല, അമലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഒരു യുദ്ധം തുടങ്ങിയെന്ന്.